Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. സുഖാണോ എല്ലാവർക്കും? സുഖം. ഫുഡ് കഴിച്ചോ എല്ലാവരും? കഴിച്ചു. ഓക്കെ. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്റെ പേര് മീൽറോസ്. ഞാൻ ഹെൽത്ത് കെയർ സിസ്റ്റമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അപ്പൊ ഞാൻ എടുക്കുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ. ചിലവരൊക്കെ ഇന്നാണല്ലേ ജോയിൻ ചെയ്യണത്. നമ്മുടെ ക്ലാസ് 2 ദിവസമല്ലേ തുടങ്ങിയിട്ട്? ടീച്ചർമാർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ചിലതിനൊരു സ്പീഡ് കൂടുതലുള്ള പോലെ ഉണ്ട്. ഓക്കെ. അപ്പോ നമ്മുടെ HN9-ല് 5 ടീച്ചർമാരാണ് എടുക്കുന്നത്. അശ്വതി ടീച്ചർ ഇംഗ്ലീഷ് എടുക്കുന്നു, പിന്നെ ബാക്കിയുള്ളത് HDയിലെ ഞാൻ, അപർണ ടീച്ചർ, പാകജൻ ടീച്ചർ, സോളൻ ടീച്ചർ. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്യണം. നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത് ഞങ്ങള് എല്ലാവരും കമ്പൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഓരോ ബുക്കുകൾ നമുക്ക് കീപ്പ് ചെയ്യണം. ഓരോരുത്തരുടെ പേര് എഴുതി വെക്കാം. മീൽറോസ് പേര് എഴുതി വെക്കാം. ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാം. വാഹിദ എന്ന് എഴുതി വെക്കാം. വാഹിദ മിസ് എഴുതി വെക്കാം. ഒരു ബുക്ക് കീപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തെങ്കിലും എക്സാം നോട്ട് എഴുതേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എഴുതി വെക്കും. പെട്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് വായിച്ച് മനസ്സിലാക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ പറയുന്നത്? ഓക്കെ. മിസ്സിന്റെ പേരൊന്നുകൂടി പറയോ? കൂടെ പറയോ? കമന്റ് ബോക്സിൽ ഇടന്നെ. വോയിസ് ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത് മക്കളെ? ക്ലിയർ ആണോ വോയിസ്? എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് മാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും വായിക്കുമ്പോ എന്തെങ്കിലും മനസ്സിലാവാത്തതോ പറയുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മ്യൂട്ട് ചെയ്യാനായിട്ട് മിസ്. ഓക്കെ. എന്ത് ചോദിക്കാനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോളൂ. മിസ് എത്ര വേണമെങ്കിലും പറഞ്ഞു തരാം കേട്ടോ. തുടങ്ങാം നമുക്ക്. തേർഡ് ചാപ്റ്റർ ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. In India, besides the existence of modern medicine, traditional medical practitioners continue to practice throughout the country. Popular native healthcare tradition consists of Ayurveda, Yoga, Unani, Siddha, Homeopathy, and Naturopathy. ഈ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പണ്ട് കാലങ്ങളിൽ ഏതൊക്കെയാണ് മെഡിസിൻസ് യൂസ് ചെയ്യുന്നത്? ഏത് തരത്തിലാണ് മെഡിസിൻസ് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്യുന്നത്? ഏത് രീതിയിലായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ മെഡിസിൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പേഷ്യൻസിന് കൊടുത്തിരുന്നത്? എങ്ങനെയാ ട്രീറ്റ്മെന്റുകൾ ചെയ്തിരുന്നത് പണ്ട് കാലത്ത്? സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? പണ്ടത്തെ സിനിമയിലൊക്കെ ആയുർവേദ അല്ലെങ്കിൽ പച്ചമരുന്ന് അല്ലെ, നാച്ചുറൽ ആയിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോ ഇപ്പോ ഇന്ത്യയിൽ എന്താണ് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മോഡേൺ മെഡിസിൻ സിസ്റ്റം?
എന്തായിരിക്കും? ഇംഗ്ലീഷ് മരുന്ന് അല്ലെ, അല്ലെങ്കിൽ അലോപ്പതിക് മരുന്ന് അല്ലെ, അല്ലെങ്കിൽ അലോപ്പതിക് ട്രീറ്റ്മെന്റുകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇന്ത്യയില് ഇംഗ്ലീഷ് മരുന്നുകളുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും എന്താണ് ഇപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഇന്ത്യയിൽ ഇപ്പോഴെന്താണ് മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റുകളാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. എന്നിരുന്നാൽ കൂടിയും ആളുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട് എന്ത് ആയുർവേദിക് അല്ലെ. പണ്ട് കാലങ്ങളിലെ പരമ്പരാഗതമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ആളുകൾ ഇപ്പോഴും ഫോളോ ചെയ്തു പോകുന്നുണ്ട്. അതിൽ എക്സാമ്പിൾ ആണ് എന്തൊക്കെ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. അപ്പൊ എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? എന്താണ് ഇന്ത്യയില് ഇപ്പോ എന്താണ് മോഡേൺ മെഡിസിൻ സിസ്റ്റമാണ് നിലനിന്ന് പോകുന്നത്. എന്നിരുന്നാൽ കൂടിയും എന്താണ് ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പരമ്പരാഗതമായിട്ടുള്ള ചികിത്സകളും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അല്ലെ. എന്താണ് അത് ഏതൊക്കെയാണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയാണ്. ഇനി നിങ്ങൾ കണ്ടോ ആയുഷ് എന്ന ബ്രാക്കറ്റില്? ആയുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആയുഷ് എന്ന് പറഞ്ഞാല്? എവിടെ കേട്ടേക്കണേ? അർസാന എവിടെ കേട്ടിരിക്കണേ? ആയുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടോ? മിക്കവരും കേട്ടിട്ടുണ്ട്. എവിടേക്കാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്? കമ്പനി ആയുഷ് പ്രൊഡക്ട്സുകൾ അല്ലെ. നമ്മള് എന്താണ് ആഡുകളൊക്കെ പരസ്യങ്ങളിലൊക്കെ എന്താണ് ആയുഷ് പ്രൊഡക്റ്റുകള് അല്ലെങ്കിൽ ഓരോ കമ്പനിയുടെ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ? ആയുഷ് സർട്ടിഫൈഡ് കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ എന്താണ് ആയുഷിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എന്ത്? ആയുർവേദ, യോഗ, യുനാനി ആയുഷിന്റെ അംബ്രയിലുള്ളതാണ്. ഏതൊക്കെയാണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. അതുപോലെ തന്നെ ആയുർവേദയുടെ എ നിങ്ങൾ നോക്കിക്കോട്ടെ. ആയുർവേദയുടെ ഫസ്റ്റ് ലെറ്റർ ആയ എ, യോഗയുടെ ഫസ്റ്റ് ലെറ്റർ വൈ, യുനാനിയുടെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? യു, സിദ്ധയുടെ ഫസ്റ്റ് ലെറ്റർ എസ്, ഹോമിയോപ്പതി നാച്ചുറോപ്പതിയിലെ എച്ച്. ഈ ഫസ്റ്റ് ലെറ്ററുകൾ കൂടി ചേർന്നതാണ് എന്ത്? ആയുഷ് എന്നത്. ക്ലിയർ ആയോ? ഞാൻ നോട്ട് തരാം കേട്ടോ. അപ്പൊ എന്താണ് ആയുഷ് എന്നത് ഇതിന്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് ചേർന്നതാണ്. ആയുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്നതാണ്. ഇനി ആയുഷ് നിങ്ങൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ആഡിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ കവറിൽ അല്ലെ. പിന്നെന്താണ് നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ പറയാൻ മീൻസ് നിങ്ങൾ ഒരു യോഗയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം യോഗ ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ് അവിടെ മറ്റേ ഫ്ലെക്സിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെ, യോഗയുടെ ഫ്ലെക്സിൽ, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്ലെക്സിൽ കൊടുത്തിട്ടുണ്ടാവും ആയുഷ് സർട്ടിഫൈഡ്. അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾ ഒരു യോഗയുടെ ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ പോണേ, അപ്പൊ അവിടെ നിന്ന് യോഗ പഠിച്ച് എക്സാം ഒക്കെ എഴുതി അതിനുശേഷം എന്ത് ചെയ്തു? ഒരു സർട്ടിഫൈഡ് നമുക്ക് തരും അല്ലെ, സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിൽ എന്തുണ്ടാവും? ആയുഷ് സർട്ടിഫൈഡ് എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഈ യോഗ, യുനാനി, സിദ്ധ ഇതൊക്കെ എന്താണ് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലേ? ഓക്കെ. പിന്നെ എന്താണ് ഇനി ലെക്ചർ നോട്ടായിട്ട് എഴുതിക്കോളൂ കേട്ടോ. ലെക്ചർ നോട്ട് എടുത്തിട്ടില്ലേ മിസ്? ഒരു ബുക്ക് കീപ്പ് ചെയ്യാൻ മിസ് പറഞ്ഞിട്ടില്ലേ? നോട്ട്ബുക്ക് എന്തായാലും വേണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതണമെങ്കിൽ ലെക്ചർ നോട്ട് എഴുതണം കേട്ടോ. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് പറയാം മിസ്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി 5 കാര്യങ്ങൾ എഴുതിയാൽ മതി. 5 പേരുകൾ: ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. എന്താണ്?
അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്, ആയുഷിന്റെ കീഴിൽ വരുന്നതാണ്. അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി under the Ministry of Ayush. Second point, the ministry under the government of India. The ministry under the government of India. The ministry under the government of India. Third point, it is formed in, it is എന്താണ് ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത്, ആയുഷ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, ഏതിൽ നിന്ന്, എത്രാമത്തെ തീയതിയിൽ നിന്നാണ്, ഏത് ഇയർ ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ 9th November 2014. നവംബർ 9, 2014. It is formed in 9th November 2014. Fourth point, Ayush is name. Ayush is a name. Ayush is a name devised from names. Devised from names Ayurveda, Yoga, Unani, Siddha system, Homeopathy and Naturopathy. Ayush is a name devised from names Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. Ayush is a name devised from names Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. Clear ആയില്ലേ? 4 കാര്യങ്ങൾ എന്താണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആയുഷിന്റെ കീഴിലുള്ളതാണ്. പിന്നെന്താണ്? ആയുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഇത് വന്നിരിക്കുന്നത് അല്ലെ, ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത് 9th November 2014 പിന്നെ മിസ് പറഞ്ഞില്ലേ ആയുർവേദയുടെ എന്താണ് എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെക്ചർ ചേർന്നതാണ് ആയുഷ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 4 പോയിന്റും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫോർത്ത് പോയിന്റ് പറയണോ? ആയുഷ് ഈസ് എ നെയിം. ആയുഷ് ഈസ് എ നെയിം ഡിവൈസ്ഡ് ഫ്രം നെയിംസ് Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. ഇനി ആയുഷിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. തേർഡ് പോയിന്റ് പറയണോ? ഇറ്റ് ഈസ് ഫോംഡ് ഇൻ 9th November 2014. 9th November 2014. 2014 നവംബർ 9. ആയുഷിന്റെ ലക്ഷ്യം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആയുഷിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആയുർവേദ, യോഗ, യുനാനി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഇത് എന്താണ് ആയുഷിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ആയുർവേദ ആയാലും യോഗ ആയാലും യുനാനിയൊക്കെ ആയാലും 5 കാര്യങ്ങൾ എന്താണ് ആയുഷിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ഇതിലേതെങ്കിലും ഒരെണ്ണം അല്ലെ, ഇത് ഞാൻ എക്സ്ട്രാ പോയിന്റ് പറയണേ കേട്ടോ, എക്സാമിനോണ്ടായിട്ട് എഴുതാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? 4 കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ?
ആയുഷിന്റെ കാര്യങ്ങള് അത് ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കാനുള്ളതാണ് കേട്ടോ. പ്രിന്റ് ഔട്ടിൽ ഇല്ല, എക്സ്ട്രാ പോയിന്റ് മീൻസ് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇനി ആയുഷിന്റെ ലക്ഷ്യം എക്സ്ട്രാ പോയിന്റ് ആണ്. നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ആയുഷിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആയുർവേദയിലായാലും അല്ലെങ്കിൽ യോഗയിലായാലും ഏതെങ്കിലും ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തില് പുതിയ ഗവേഷണങ്ങൾ. മിസ്റ്റർ എക്സാമ്പിൾ പറയാം, ആയുർവേദം എടുക്കും നമ്മള്. ആയുർവേദയില് എന്തെങ്കിലും പുതിയ ഗവേഷണം നടത്തി, അല്ലെ, ഗവേഷണം കണ്ടുപിടിച്ചു, പുതിയ ഇന്നോവേഷൻസ്, പുതിയ ഫെസിലിറ്റീസ് എന്തെങ്കിലും കണ്ടുപിടിച്ചു ആയുർവേദത്തില്. അങ്ങനെ ഗവേഷണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആയുഷിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് ആയുഷിന്റെ ലക്ഷ്യം? ഈ യോഗയിലായാലോ അല്ലെങ്കിൽ ആയുർവേദത്തിലായാലോ യുനാനിയിലായാലോ ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുമല്ലോ. അങ്ങനെ ആ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ആ കണ്ടുപിടിക്കാനുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അല്ലെ, പ്രോത്സാഹിപ്പിക്കുന്നു, ഗവേഷണം നടത്താനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആ പ്രോത്സാഹനം എന്തിനെയാണ് പറയുന്നത്? ആയുഷിന്റെ ലക്ഷ്യം. ആയുഷ് എന്താണ്? പുതിയ കണ്ടുപിടുത്തങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പ്രമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത് ആയുഷിന്റെ ലക്ഷ്യം, അല്ലെ. ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആയുർവേദത്തിലായാലും യോഗയിലായാലും പുതിയ ഗവേഷണങ്ങൾ നടത്തി പുതിയ കണ്ടുപിടുത്തങ്ങളെ കണ്ടുപിടിക്കുമല്ലോ. അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആയുഷിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാക്കി വെച്ചാൽ മതി, നോട്ട് ചെയ്യണമെന്നില്ല. ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, അങ്ങനെ എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്? പരമ്പരാഗതമായ ട്രീറ്റ്മെന്റുകൾക്ക് എക്സാമ്പിളുകളാണെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഫസ്റ്റ് വൺ എന്താണ്? എ പോയിന്റ് എന്താണ്? ആയുർവേദ, അല്ലെ. ദ ആയുർവേദ മീനിങ് സയൻസ് ഓഫ് ലൈഫ്. എന്താണ് സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല്? മലയാളം മീനിങ് എന്തായിരിക്കും? സയൻസ് ഓഫ് ലൈഫ് എന്തായിരിക്കും? സയൻസ് ഓഫ് ലൈഫ് ജീവശാസ്ത്രം, അല്ലെ. ശരിയാണ് കേട്ടോ. അപ്പൊ എന്താണ് സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജീവശാസ്ത്രം. അപ്പൊ ആയുർവേദത്തിന്റെ മീനിങ് ആണ് സയൻസ് ഓഫ് ലൈഫ്. ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നതൊക്കെ നല്ലോണം മനസ്സിലാക്കി വെക്കണം കേട്ടോ. എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോ ആയുർവേദ എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ഓഫ് ലൈഫ് ആണ്, ജീവശാസ്ത്രം. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കണേ മലയാളത്തിൽ കേട്ടോ. ഇനി എന്താണ്? The science system deals with causes, symptoms, diagnosis and treatments based on all aspects of well-being, mental, physical and spiritual. എന്താണ് മെന്റൽ എന്ന് പറഞ്ഞാൽ? മെന്റൽ മീനിങ് മെന്റൽ മാനസികമായ, അല്ലെ. മെന്റലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായ. ഫിസിക്കലി എന്താണ് അർത്ഥം? ഫിസിക്കൽ ശാരീരികമായ, ശാരീരികം. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാട്ടാ. ചിലർക്കൊക്കെ ചിലപ്പോൾ അറിയണ്ടാവൂല, മിസ് ചോദിക്കണേട്ടാ. സ്പിരിച്വൽ അറിയാലോ? സ്പിരിച്വൽ എന്തായിരിക്കാം? സ്പിരിച്വൽ ആത്മീയമായ. അപ്പൊ എന്താണ്? ആത്മീയമായ. ഇനി കോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? കോസസ് മീനിങ് കോസസ് കാരണങ്ങൾ, അല്ലെ. കാരണങ്ങൾ. അതുപോലെ സിംറ്റംസ് അറിയാലോ? സിംറ്റംസ് മീനിങ് സിംറ്റംസ് ലക്ഷണങ്ങൾ കേട്ടാ. സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ. ഡയഗ്നോസിസ് അറിയാലോ? ഡയഗ്നോസിസ് എന്താണ് മീനിങ്? ചികിത്സ, അല്ലെ. രോഗനിർണയം. അപ്പൊ എന്താണ്? ഒരു ഹ്യൂമൻ ബോഡിയില് മെന്റലി,
സ്പിരിച്വലി എന്താണ്, സ്പിരിച്വലി ആയാലും ഫിസിക്കലി ആയാലും എന്താണ്, രോഗത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാവാം, രോഗത്തിന്റെ ലക്ഷണങ്ങള്, പിന്നെ എങ്ങനെയാണ് രോഗം നിർണ്ണയിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് ഈ രോഗത്തിന് ട്രീറ്റ്മെന്റ് നൽകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ആയുർവേദ ഡീൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, മെന്റലി ആയാലും ഫിസിക്കലി ആയാലും സ്പിരിച്വലി ആയാലും രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, രോഗത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് രോഗം നിർണ്ണയിക്കുന്നത്, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആയുർവേദ ഡീൽ ചെയ്യുന്നത്. ആയുർവേദ എന്ന് പറയുന്നത് സയൻസ് ഓഫ് ലൈഫ് ആണ്, ജീവശാസ്ത്രം എന്നാണ് അതിന്റെ മീനിങ്. പിന്നെ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, മെന്റലി ആയാലും സ്പിരിച്വലി ആയാലും ഫിസിക്കലി ആയാലും എന്തൊക്കെ കാരണങ്ങളാണ് അല്ലെ, രോഗത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെന്താണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എന്താണ് ഡയഗ്നോസിസ് അല്ലെ, രോഗം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ആയുർവേദ ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി ആയുർവേദയുടെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം നിങ്ങൾക്ക് അറിയാലോ? ആയുർവേദയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ പറയാം, എന്തൊക്കെയായിരിക്കാം ബെനിഫിറ്റുകൾ ആയുർവേദയുടെ? നോ സൈഡ് എഫക്ട്സ്. ഓക്കെ. പിന്നെന്താണ്, ഗുഡ് ഹെൽത്ത്. പിന്നെ എങ്ങനെയായിരിക്കാം മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത് അവര്? മെഡിസിൻസ് ഒക്കെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് ബേസിലായിരിക്കും? ഉള്ളിലേക്ക് നാച്ചുറലി സസ്യങ്ങളൊക്കെ വെച്ചിട്ടല്ലേ, സസ്യങ്ങളുടെ യൂസ് ചെയ്തിട്ടല്ലേ അവര് മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് രോഗികൾക്ക്. നാച്ചുറലി ആട്ടോ. പിന്നെ ലക്ഷണമായിട്ട് എഴുതിക്കോ കേട്ടോ, പോയിന്റ് എഴുതിക്കോ. ആയുർവേദ നമ്മുടെ നാട്ടില് ആയുർവേദ വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. നിങ്ങളുടെ ഇതില് ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലക്ഷണമായിട്ട് എഴുതി വെച്ചോളൂ. നമ്മുടെ നാട്ടില് ആയുർവേദ വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. 5000 വർഷങ്ങൾക്ക് മേലെയായി നമ്മുടെ നാട്ടിലേക്ക് ആയുർവേദ വന്നിട്ട്. അതുപോലെ ആയുർവേദ പറയുന്നത് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് കൊണ്ടാണ്. 5 എലമെന്റ്സ് ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിലെ ഒരു കണിക ഉണ്ടായിട്ടുള്ളത്. പ്രപഞ്ചത്തിലെ ഓരോ കണികകളും അല്ലെ, ഒരു കണിക പോലും ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? 5 എലമെന്റ്സ് വഴിയാണെന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? 5 എലമെന്റ്സ്, 5 എലമെന്റ്സ് ഓഫ് നേച്ചർ. എയർ, പഞ്ചമഹാഭൂതാസ് അല്ലെ. ഓക്കെ. എയർ, വാട്ടർ, പിന്നെന്താ 5 വേണം. എർത്ത്, തീ, പിന്നെ ഫയർ. മീൻസ് പറയാം 5 എലമെന്റ്സ് ആണ്. ഏതൊക്കെ? ആകാശം, വായു, ഭൂമി, അഗ്നി, ജലം. ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, അഗ്നി, ജലം. ഈ 5 എലമെന്റ്സ് ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിൽ ഒരു കണിക ഉണ്ടായിട്ടുള്ളത്. ഈ 5 എലമെന്റ്സിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതങ്ങൾ അല്ലെങ്കിൽ പഞ്ചമഹാഭൂതാസ്. പഞ്ചമഹാഭൂതങ്ങൾ. പഞ്ചമഹാഭൂതാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെക്കണേ. അപ്പൊ ഇതാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് വഴിയാണ്. 5 എലമെന്റ്സ് കൊണ്ടാണ്. ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഇതിനെ കോമൺ ആയിട്ട്, ഈ 5 എലമെന്റ്സിനും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതം അല്ലെങ്കിൽ പഞ്ചമഹാഭൂതങ്ങൾ. ഇനി ഈ 5 എലമെന്റ്സും നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, ഒരാളുടെ ഹ്യൂമൻ ബോഡിയിൽ എന്താണ്
3 കമ്പോണന്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. 3 കമ്പോണന്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് അറിയോ? അറിയാൻ പറ്റുമല്ലോ. എന്തൊക്കെയാണ്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പിത്തം, പിന്നെ പറഞ്ഞേ, വാത, പിത്ത, കഫ അല്ലെ? 5 കറക്റ്റാണ് കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ 5 എലമെന്റ്സ് നിലനിൽക്കുന്നത് 3 കമ്പോണന്റ് ആയിട്ടാണ് ഇത് ഈ 5 എലമെന്റ്സ് നിലനിൽക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാം മിസ്. വാത, പിത്ത, കഫ. കമന്റ് ബോക്സിൽ ഇട്ടുതരാം കേട്ടോ. വാത, പിത്ത, കഫ. വാത, പിത്ത, കഫ. ഈ 3 കമ്പോണന്റിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? അറിയോ അത്? അറിയാൻ പറ്റുമല്ലോ. അപ്പൊ കൃഷ്ണ, ത്രിദോഷം, ത്രിദോഷങ്ങൾ അല്ലെങ്കിൽ ത്രിദോഷ. അറിയാത്തവരെ കമന്റ് ബോക്സിൽ കുട്ടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, നോക്കി എഴുതിക്കോളൂ. അപ്പൊ എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് വഴിയാണ്. 5 എലമെന്റ്സ് ആണ് ഓരോ കണികയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ കണികകളും ഉണ്ടാക്കിയിട്ടുള്ളത് 5 എലമെന്റ്സ് വഴിയാണ്. അത് ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഈ 5 എലമെന്റ്സിനെയും കൂട്ടിച്ചേർത്ത് പറയുന്ന, ഒരുമിച്ച് പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതാസ്. ഈ പഞ്ചമഹാഭൂതാസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 3 കമ്പോണന്റിന്റെ രീതിയിലാണ്, കമ്പോണന്റ് വഴിയാണ് നിലനിൽക്കുന്നത് അല്ലെ? 3 കമ്പോണന്റിന്റെ ബേസിലാണ് നിലനിൽക്കുന്നത്. അത് ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. ഈ 3നെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ഇനി എന്താണ്? ഈ വാതോ അല്ലെങ്കിൽ കഫത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ 3 ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിയോ കുറയുകയോ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മുടെ ശരീരത്തിൽ എന്താണ്? ഡിസീസസ് ഉണ്ടാകുന്നു. പിന്നെ ഈ 2 പോയിന്റ് കൂടി എഴുതിച്ചു. എന്താണ്? നോ സൈഡ് ഇഫക്ട്സ് അല്ലെ? ആയുർവേദത്തിന് എന്താണ്? സൈഡ് ഇഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ എന്താണ്? മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ടാണ്, സസ്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് മെഡിസിൻസ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ ആയുർവേദ? ഓക്കെ അല്ലേ? എല്ലാവരും എഴുതിയില്ലേ? നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചോട്ടാ. അത് മിസ് പറയുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ന വേടേതാണ്, ഇന്ന വേടേതാന്നൊക്കെ. അപ്പൊ അതാണ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് വായിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എക്സാമിന് കേട്ടാ. ഓക്കെ, ഇനി എന്താണ്? യോഗ. യോഗ എല്ലാവർക്കും അറിയാലോ. യോഗ ചെയ്യുന്നവരുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ യോഗ ചെയ്യുന്നവരുണ്ടോ? യോഗയ്ക്ക് പോകുന്നവരുണ്ടോ? ഇല്ല, ആരും ചെയ്യുന്നില്ലേ യോഗ? കാവ്യ ചെയ്യുന്നുണ്ട്. അഞ്ചിനി. കുറെ പേരൊന്നും ചെയ്യണില്ല, ചെയ്യാത്തവരാണ്. ഓക്കെ, ഇനി ചോദിക്കട്ടെ, യോഗയുടെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? നിങ്ങൾക്ക് തന്നെ പറയാം. യോഗയുടെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കും? മൈൻഡ്, പിന്നെ ഗുഡ് ഹെൽത്ത്,
ഹെൽത്തി ലൈഫ്, മൈൻഡ് ഫ്രീ റിലാക്സേഷൻ, ഗുഡ് ഹെൽത്ത്, കുറെ പേർക്ക് അറിയാം. ഫിസിക്കൽ റിലാക്സ് ചെറുതായിട്ട് ചെയ്യുന്നുള്ളൂ. ബ്രീത്തിങ്, ഫ്ലെക്സിബിലിറ്റി, ബെറ്റർ ബോഡി. എല്ലാവർക്കും അറിയാലോ. കോൺസെൻട്രേഷൻ, കുറെ പേര് എല്ലാവർക്കും അറിയാം. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. ഓക്കെ, എന്താണെന്ന് നോക്കാം. യോഗ is both a science and art that promote healthy living physically, mentally, morally and spiritually. എന്താണ്? ഫിസിക്കലി ആയാലും മെന്റലി ആയാലും മോറലി ആയാലും എന്താണ് നമുക്ക് ഹെൽത്ത്ഫുൾ ലിവിങ് അല്ലെ, ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തിന് എന്ത് സഹായിക്കുന്നുണ്ട്, എന്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? യോഗ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ബെറ്റർ ബോഡി ബെറ്റർ ആക്കാനായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ യോഗയുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഞാൻ ഇതാലും നമുക്ക് യോഗയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാമോ. ലെക്ചർ നോട്ടൊക്കെ എഴുതിക്കോ. എന്തൊക്കെയാണ്? ഹാപ്പിനെസ് അല്ലെ, മൈൻഡ് റിഫ്രഷിങ്, ഹാപ്പിനെസ് ഉണ്ടാവും. പിന്നെന്താണ്? ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക, പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് എഴുതി വെച്ചോ. ലെക്ചർ നോട്ടായിട്ട് വെറുതെ വായിക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെന്താണ്? ഒരു കാരണം കൂടി എഴുതിക്കൊള്ളേ. ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഹോർമോണുകൾ ഉണ്ടാവുമല്ലോ നമുക്ക് കുറെ. ആ ഹോർമോണുകളിൽ വരുന്ന രോഗങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ യോഗനെ പറ്റി? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. അടുത്തത് ഏതാണ്? യുനാനി. യുനാനി ഓഫ് മെഡിസിൻ ചൈൽഡ്സ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ക്യൂർ. എന്താണ് യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്? ആരോഗ്യ അല്ലെ, ഹെൽത്ത്, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, ആരോഗ്യകരമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് നയിക്കാനായിട്ട് യുനാനി സിസ്റ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് അല്ലെ, നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന രോഗാണുക്കളെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ രോഗങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആണ്. അതുപോലെ എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആണ്. നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന രോഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്. ഇനി ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ആരായിരിക്കും? അറിയോ? ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ആരായിരിക്കും? ഫാദർ അറിയൂല? ആർക്കറിയില്ല? ആരെങ്കിലും ഉണ്ടാവുമല്ലോ അറിയണവര്? ഇല്ല, നോ ഐഡിയ. ഹിപ്പോക്രാറ്റസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹിപ്പോക്രാറ്റസ് കേട്ടിട്ടുണ്ട്. ആ, ഫാദർ ഓഫ് യുനാനി എന്ന് പറഞ്ഞാല് ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ യുനാനി സിസ്റ്റം ഹെഡിങ് കൊടുക്ക, ഫാദർ ഓഫ് യുനാനി ഒരു ഹൈഫൺ കൊടുക്ക, ഹിപ്പോക്രാറ്റസ്. ഫാദർ ഓഫ് യുനാനി ഒരു ഹൈഫൺ കൊടുക്ക, ഹിപ്പോക്രാറ്റസ് ഏതാണ്? ചെറുതായിട്ട് എഴുതിയാൽ മതി, വാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അപ്പൊ കാണുന്നത് നിങ്ങൾക്ക് എന്താണ്? ആ, ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ് ആണ് കാണുന്നത്. അപ്പൊ എന്താണ്? ഫാദർ ഓഫ് യുനാനി എന്ന് പറഞ്ഞിട്ട് എഴുതാ, ഹൈഫൺ കൊടുക്ക, ഹിപ്പോക്രാറ്റസ്. ഇദ്ദേഹം ഏത് ഫിലോസഫർ ആണെന്ന് അറിയോ? ഹിപ്പോക്രാറ്റസ്. കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടല്ലോ മോളെ. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസിന്റെ എന്നെ എഴുതണോ? ടൈപ്പ് ചെയ്തിടണോ? ആ, ഗ്രീക്ക് ഫിലോസഫർ അല്ലേ? അപ്പൊ എന്താണ്? കണ്ടാ മോള്?
കുട്ടികൾ പറയുന്നുണ്ട് കേട്ടോ. അവര് പറയണ കാരണം മിസ് ടൈപ്പ് ചെയ്യാൻ കേട്ടോ. മിസ് ചെയ്യണോ? കമന്റ് ബോക്സിൽ ഇടണോ? വേണ്ടല്ലോ. ഓക്കെ, കമന്റ് ബോക്സ് നോക്കിക്കോളൂ കേട്ടോ, അവിടെ ഉണ്ട്. അപ്പൊ എന്താണ് ഇദ്ദേഹം? എന്താണ്? ഗ്രീക്ക് ഫിലോസഫർ ആണ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാ, ഗ്രീക്ക് ഫിലോസഫർ. ഇനി യുനാനി സിസ്റ്റത്തില് 2 പ്രിൻസിപ്പിളിന്റെ കാര്യം പറയുന്നുണ്ട്. അതറിയോ? ആർക്കെങ്കിലും അറിയോ യുനാനി സിസ്റ്റത്തിലെ പ്രിൻസിപ്പിൾ എന്താണ്? നോ ഐഡിയ? ഇല്ല, അറിയില്ല. എഴുതിക്കോളൂ കേട്ടോ. This system is based on 2 principles. This system is based on 2 principles. This system based on 2 principles. First one is Sadurdosha theory. Sadurdosha theory. First one is Sadurdosha theories. Theory nanda Sadurdosha theory. And second one is Sadurbuddha theory. കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ചതുർദോഷ തിയറിയും ചതുർഭൂത തിയറിയും വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എന്താണെന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പഠിക്കേണ്ടത് ഹിപ്പോക്രാറ്റസ്. ആരാണ്? യുനാനിയുടെ പിതാവ്, പിന്നെ ഗ്രീക്ക് ഫിലോസഫർ. ഇതിന്റെ പേരുകളൊന്നും അറിഞ്ഞിരുന്നാൽ മതി. എന്താണെന്ന് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ക്വസ്റ്റ്യനൊന്നും വരില്ല. കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞോ? നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് പോയിന്റ് ആണ് system said that four components are system said that 4 components are seen in seen in human body. Seen in human body. First one is blood. ഒന്നൊന്നിടാ blood. രണ്ടൊന്നിടാ kapha. First one is blood. പറയാം. ടൈപ്പ് ചെയ്യാട്ടാ. Blood. Second one is kapha. And third one is bile, B-I-L-E, bile. B-I-L-E, bile. And fourth one is black bile. Black bile. വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിത്തരസം. ബ്ലാക്ക് വെയില്, കറുത്ത പിത്തരസങ്ങള്. ഓക്കെ, അപ്പൊ എന്താണ് ഇതില് 2 പ്രിൻസിപ്പിളിന്റെ കാര്യമാണ് പറഞ്ഞത്. ചതുർഭൂത ആൻഡ് ചതുർദോഷ തിയറി. പിന്നെ എന്താണ് ഇതിനകത്ത് ഈ സിസ്റ്റത്തിൽ പറയുന്നത് 4 കമ്പോണൻസ് ഉണ്ടെന്നാണ്. ഹ്യൂമൻ ബോഡിയില് 4 കമ്പോണന്റുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഏതൊക്കെയാണ്? ബ്ലഡ്, കഫ, അതുപോലെ തന്നെ ബെയില് ആൻഡ് ബ്ലാക്ക് ബെയിൽ. ബെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിത്തരസം, മറ്റത് ബ്ലാക്ക് ബെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത പിത്തരസം. അറിയില്ലേ ഒരു മഞ്ഞ കളറിലൊക്കെ വരുന്നത്? പിത്തരസത്തിനെ കുറിച്ച് അറിയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ എന്താണ്? അപ്പോ ഈ 4 ഹ്യൂമൻ ബോഡിയിൽ ഈ 4 കമ്പോണന്റുകൾ ഉണ്ട്.
ഇവയിൽ ഏതെങ്കിലും അളവ് കൂടിയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിസീസസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ വെയില്, ബ്ലാക്ക് വെയില്, അതുപോലെ കഫ, ബ്ലഡ്, ഈ 4 കമ്പോണന്റിന്റെ അളവ് ശരീരത്തിൽ കൂടിയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ ഉണ്ടാകും എന്നാണ് യുനാനി സിസ്റ്റത്തിലൂടെ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹിപ്പോക്രാറ്റസ് ആണ് അതിന്റെ പിതാവ്. അതുപോലെ അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. പിന്നെ എന്താണ്? 2 പ്രിൻസിപ്പിളിന്റെ കാര്യം പറഞ്ഞല്ലേ? സിസ്റ്റം ബേസ്ഡ് ഓൺ 2 പ്രിൻസിപ്പിൾ ആണ്. ഏതൊക്കെയാണ്? ചതുർഭൂത ആൻഡ് ചതുർദോഷ തിയറി. പിന്നെ എന്താണ്? 4 കമ്പോണൻസുകളുണ്ട് ഹ്യൂമൻ ബോഡിയിൽ എന്നാണ് ഈ സിസ്റ്റം പറയുന്നത്. ഏതൊക്കെയാണ്? ബ്ലഡ്, കഫ, വെയില് ആൻഡ് ബ്ലാക്ക് വെയിൽ. ഓക്കെ, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ്? സിദ്ധ സിസ്റ്റം. ഇനി പറയുന്നതാണ് സിദ്ധ സിസ്റ്റം. സിദ്ധ സിസ്റ്റം attempt to define diseases as the condition in which the normal equilibrium of the 5 elements in human beings is that result in different form of discomfort. അല്ലേ, കണ്ടോ നിങ്ങൾ 5 എലമെന്റ്സിന്റെ കാര്യം? 5 എലമെന്റ്സ് കൊടുത്തേക്കുന്നത് കണ്ടോ? അതെവിടെയാ നമ്മൾ 5 എലമെന്റ്സിന്റെ കാര്യം പഠിച്ചത്? നമ്മൾ എവിടെയാണ് 5 എലമെന്റ്സിന്റെ കാര്യം പഠിച്ചത്? ഏതിലാ? ആയുർവേദയിലല്ലേ? അപ്പൊ ആയുർവേദയുടെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് എന്തിലും പറയുന്നത്? സിദ്ധ സിസ്റ്റത്തിലും പറയുന്നത്. എന്താണ്? ആയുർവേദയുടെ 5 എലമെന്റിന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ. ആ കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? ക്ലിയർ ആയോ? ആയുർവേദയുടെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും ഫോളോ ചെയ്യുന്നത്. 5 എലമെന്റ്സിന്റെ കാര്യം പറഞ്ഞില്ലേ? പ്രപഞ്ചത്തില് 5 എലമെന്റ്സ് ഉണ്ട് അല്ലെ? ഓരോ കണികകളെയും എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 5 എലമെന്റ്സ് വഴിയാണ്. ഈ 5 എലമെന്റ്സ് ആണെന്ത്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഈ 5 എലമെന്റ്സിനെയും പറയുന്നത് എന്താണ്? പഞ്ചമഹാഭൂതാസ് എന്നാണ്. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ 5 എലമെന്റ്സ് എങ്ങനെയാണ്? 3 കമ്പോണന്റ് രീതിയിലല്ലേ കാണപ്പെടുന്നത്? ഏതൊക്കെയാണത്? 5 എലമെന്റ്സ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ കാണപ്പെടുന്നത്? ഏതൊക്കെ രീതിയിലാണ്? വാത, പിത്ത, കഫ. ഇതിനെ പറയുന്ന പേരാണ്, കോമൺ ആയിട്ട് പറയുന്ന പേര്. കോമൺ ആയിട്ട് എന്ത് പേര് പറയും നമ്മള്? ത്രിദോഷ. മറക്കരുത് കേട്ടാ, ത്രിദോഷങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഈ കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധസിസ്റ്റത്തിലും പറയുന്നത് കേട്ടാ. ഇനി ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞല്ലേ? വാത, പിത്ത, കഫ. ഇവയിൽ ഏതെങ്കിലും അളവ് ശരീരത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി മിസ് ഒരു ചോദ്യം ചോദിക്കാം. സിദ്ധ സിസ്റ്റം ഏത് കൾച്ചറിൽ നിന്ന് വന്നിരിക്കുന്നതാണ്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? സിദ്ധ സിസ്റ്റം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഏത് കൾച്ചറിൽ നിന്നായിരിക്കും? അറിയോ? അറിയില്ല. ആർക്കറിയില്ല? ബുദ്ധ അല്ല, ഇല്ല. ചൈന എന്നല്ല, അല്ല. തമിഴ്നാട് കൾച്ചർ ഉണ്ടാ. തമിഴ്നാട്ടിൽ നിന്നാണ് സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത്. എത്രണ്ടിരിക്കോട്ടാ. The Siddha system is a traditional system. The Siddha system is a traditional system generated from Tamil culture.
The Siddha system is a traditional system generated from Tamil culture. എഴുതിയ മക്കളെ ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ. സെക്കൻഡ് പോയിന്റ്, the system believe that the role of three components. The system believe that the role of three components. That's the role of three components. First one ഏതായിരിക്കും three components? എന്തായിരിക്കും? വാദ. സെക്കൻഡ് ഏതായിരിക്കും? വാദ, പിത്ത, കഫ. 3 കമ്പോണൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? വാദ, പിത്ത, കഫ. ഓക്കെ. തേർഡ് പോയിന്റ്, ഇത് എൻഷുർ, ഉറപ്പുവരുത്തുക. എൻഷുർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പുവരുത്തുക. ഇറ്റ് എൻഷുർ prevention and promotion of it ensure prevention and promotion. It ensure prevention and promotion of health through the principles of food is medicine. Food is medicine and medicine is food. This is type ചെയ്തിട്ടുണ്ട്. It ensure prevention and promotion of health through the principle of food is medicine and medicine is food. എന്താണ്? സിദ്ധ സിസ്റ്റത്തിലും ഒരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ട് അല്ലെ? എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ് അല്ലെ? നമ്മൾ എന്താണ് ശരീരത്തിന് നല്ല ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും അല്ലെ? ബാഡ് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഡിസീസസ് അല്ലെങ്കിൽ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ പിടിപെടും അല്ലെ? അപ്പൊ അതാണ് സിദ്ധാന്തത്തിന്റെ പ്രിൻസിപ്പിൾ. ഇതാണ് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ബാഡ് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ എന്താണ് ആരോഗ്യത്തിന് അത് ഹാനികരമാണ് അല്ലെ? എന്താണ് രോഗങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസുകളുണ്ട്. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ അല്ലേ? അതിന്റെ പ്രിൻസിപ്പിള് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് സിദ്ധ സിസ്റ്റം ആണ് പഠിച്ചത് അല്ലെ? അതിനകത്ത് എന്താണ് ആയുർവേദത്തിലെ ആ കൺസെപ്റ്റ്, ആ 5 എലമെന്റിന്റെ കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും ഫോളോ ചെയ്യുന്നത്.
പിന്നെ എന്താണ് തമിഴ്നാട്ടിലെ കൾച്ചറിൽ നിന്നാണ് ഈ സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത്. ഹ്യൂമൻ ബോഡിയിൽ എന്താണ് 3 കമ്പോണന്റുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? വാത, പിത്ത, കഫ. അതാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? ഈ ത്രിദോഷത്തിൽ എന്തെങ്കിലും അളവ് പിത്തത്തിന്റെയോ വാദത്തിന്റെയോ എന്തെങ്കിലും അളവ് കൂടിയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും? രോഗങ്ങൾ ഉണ്ടാവും. പിന്നെ എന്താണ് സിദ്ധ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ് എന്നതാണ്. ശരീരത്തിന് എന്തെങ്കിലും എന്താണ് നല്ല ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് എന്താണ് നല്ല ഫുഡ് കഴിക്കണം. ബാഡ് ഫുഡ് ചീത്ത ഫുഡ്സ് ആണ് കഴിക്കുന്നതെങ്കിൽ എന്താണ് ആരോഗ്യത്തിന് അത് ഹാനികരമാണ്. അല്ലെങ്കിൽ എന്താണ് രോഗങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. രോഗങ്ങൾ ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത്രയും എടുക്കണുള്ളൂ കേട്ടോ മിസ്. ബാക്കി നീ ബുധനാഴ്ച എടുക്കാം. അപ്പൊ ഇത്രയും എടുത്തത് വരെ പഠിച്ചത് വരും ബുധനാഴ്ച വരും. ക്ലിയർ അല്ലേ? ലെക്ചർ നോട്ട് എഴുതണം. മോക്ക് ടെസ്റ്റ് ഒക്കെ ഇത് ചെയ്യണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വെച്ചോക്കോ. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ എടുത്താൽ മതിയോ ക്ലാസ്? എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇങ്ങനെ എടുത്താൽ മതിയോ ക്ലാസ്? കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണം കേട്ടാ. പറഞ്ഞുതരാം. പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ റിലാക്സ് ഒക്കെ ചെയ്ത് പോവാം. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ലെക്ചർ നോട്ട് ചിലപ്പോൾ ഞാൻ നോട്ടുകൾ തരാൻ പറ്റില്ല. നമ്മള് ഇതിനൊക്കെ ഇപ്പൊ ആയുർവേദത്തിന്റെയൊക്കെയാണ് എക്സ്ട്രാ പോയിന്റ്സുകൾ വന്നിട്ട് മിസ് നോട്ട് തന്നത് കേട്ടാ. പിന്നെ ഈ PDF കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേട്ടാ. എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റുകൾ തന്നെ മിസ് പറയാം, എഴുതിയെടുത്താൽ മതി കേട്ടാ. മോക്ക് ടെസ്റ്റ് വരും. അതെങ്ങനെയാണെന്ന് കൺഫ്യൂഷൻ എടുത്തപ്പോ പറഞ്ഞിട്ടില്ലേ? സാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. റെക്കോർഡ് ക്ലാസ് അടുത്ത നാളെ കിട്ടുള്ളൂ. 24 മണിക്കൂറിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. PDF നിങ്ങൾ അയച്ചിട്ടില്ലേ ഗൂഗിൾ ക്ലാസ് റൂമില്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിക്കില്ല, അല്ലെങ്കിൽ സാറിനെ വിളിച്ച് നമ്പർ തന്നിട്ടില്ലേ? സാറ് നമ്പർ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ആയുർവേദം പറയണോ? പറയാലോ. ആയുർവേദത്തിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആയുർവേദം ഒന്നുകൂടി പറയട്ടെ കേട്ടോ. ഒരു കുട്ടിക്ക് ഡൗട്ട് വന്നു, പറഞ്ഞു കൊടുക്കട്ടെ. ആയുർവേദം എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ആയുർവേദം എന്ന് പറയുന്നത് എന്താണ്? സയൻസ് ഓഫ് ലൈഫ് ആണ്. ഇതാണ് ഇതാണ് സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആയുർവേദം അല്ലെ പറയേണ്ടത് മിസ്? ആയുർവേദം പറയാം. ഓക്കെ, കുട്ടികൾ പറയുന്നുണ്ട് ഇപ്പോഴേ പഠിച്ചവര്. എന്താണ് ആയുർവേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജീവശാസ്ത്രമാണ്. അതുപോലെ എന്താണ് ആയുർവേദം ഡീൽ ചെയ്യുന്നത് അല്ലെ? രോഗത്തിലോ എന്താണ് ആയുർവേദം ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? മെന്റലി ആയാലും സ്പിരിച്വലി ആയാലും അല്ലെങ്കിൽ ഫിസിക്കലി ആയാലും ഒരു ഹ്യൂമൻ ബോഡിയിൽ രോഗം വരുന്നതിന്റെ കാരണങ്ങൾ, കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ സിംറ്റംസ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ രോഗം നിർണ്ണയിക്കുന്നു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആയുർവേദയില് ഡീൽ ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് പറഞ്ഞത്? ആയുർവേദം നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. പിന്നെ ആയുർവേദം പറയുന്നത് എന്താണെന്ന് വെച്ചാല് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് വഴിയാണ്. ആ 5 എലമെന്റ്സ് ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി അല്ലെ? ഈ 5 എലമെന്റ്സിനെ ഒരുമിച്ച് ചേർത്ത് ഒരുമിച്ച് പറയുന്ന പേരെന്താണ്? പേരെന്തായിരിക്കും? പഞ്ചമഹാഭൂത. ഈ പഞ്ചമഹാഭൂതാസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് 3 കമ്പോണന്റ് രീതിയിലാണ് ഉള്ളത് അല്ലെ? 3 കമ്പോണന്റ് ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. ഈ 3 കമ്പോണന്റിന്റെയും നമ്മൾ ഒരുമിച്ച് ചേർത്ത് ഒരുമിച്ച് പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ.
അല്ലേ? ഓക്കെ. ഇനി ഈ 3 എലമെന്റ്സിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കൂടുകയോ കുറയുകയോ കഫത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവും. പിന്നെ ആയുർവേദത്തിൽ പറയുന്നത് എന്താണ്? സൈഡ് എഫക്ട്സുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ മെഡിസിൻസ് അവരെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മെഡിസിൻസ് പ്ലാന്റ്സ് വഴിയാണ്. അത്രേ ഉള്ളൂ. ആയുർവേദം കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? എന്ന് പറഞ്ഞല്ലോ മിസ്, ക്ലിയർ അല്ലേ? ഇനി യോഗ പറയുമല്ലോ. യോഗ എന്താണ്? നോട്ട് വേറെ തരില്ല കേട്ടോ. എക്സ്ട്രാ പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ലെക്ചർ നോട്ടായിട്ട് എഴുതാൻ കേട്ടോ. ഇനി പ്രിന്റ് ഔട്ട് പഠിച്ചാൽ മതി. വേറെ എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെയിം മിൽഡ്രോസ്. ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പേര്. ഓരോ ടീച്ചർമാർക്കും ഓരോ നോട്ട് ഇട്ട് വയ്ക്കാം. ലെക്ചർ നോട്ടായിട്ട് എഴുതണം. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. എക്സാമിനൊക്കെ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരാണ്ടിരിക്കുള്ളൂ കേട്ടോ. കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ ക്ലാസ്സിന്റെയും നാളെ വീഡിയോസ് കിട്ടുള്ളൂ കേട്ടോ. എക്സാം മലയാളത്തിൽ ആയിരിക്കില്ല, ഇംഗ്ലീഷില്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കേട്ടായിരുന്നു. മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എൻജോയ് ചെയ്ത് പോവാം ക്ലാസ്. മിൽഡ്രോസ് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഞാൻ പേര്. ഓക്കെ അല്ലോ എല്ലാവരും? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇത്ര എടുത്തത് മിസ് ഇത്ര എടുത്തത് ക്ലിയർ അല്ലേ? മിസ് ഇങ്ങനെ ക്ലാസ് എടുത്താ പോരെ? ഇനി മാറ്റണോ മിസ് എന്തെങ്കിലും? ക്ലിയർ ആണ്. ഇനി എടുത്താൽ മതിയില്ലേ? ഓക്കെ, താങ്ക് യു.